എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: കാകദൃഷ്ടേ ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണത്തെക്കുറിച്ച് പറയുന്നു. കാകദൃഷ്ടി, കാക്കയെ പോലെയുള്ള ദൃഷ്ടി; ഭഗധ്യാനം, കൊക്കിനെ പോലെയുള്ള ധ്യാനം; ശ്വാനനിദ്ര, നായയെ പോലെയുള്ള ഉറക്കം; അല്പാഹാരം, മിതമായ ഭക്ഷണം; അതുപോലെ ജീർണവസ്ത്രം, വസ്ത്രത്തിൽ അമിതമായിട്ടുള്ള ആഗ്രഹമില്ലായ്മ. ഇതൊക്കെ വിദ്യ അർത്ഥിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. കാക്കയെപ്പോലെ നല്ല ദൃഷ്ടി ഉണ്ടായിരിക്കണം, നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതുപോലെ വെള്ളത്തിൽ നിന്ന് മത്സ്യത്തെ കിട്ടാനായിട്ട് കരയ്ക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊക്കിനെ കാണാം. അതുപോലെ നമുക്കൊരു ഏകാഗ്രത വേണം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അമിതമായിട്ട് ഉറക്കമേ പാടില്ല. അതുകൊണ്ടാണ് ശ്വാനനിദ്ര എന്നൊരു പ്രയോഗം. നമ്മൾ നായയെ കണ്ടിട്ടില്ലേ? ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അത് പെട്ടെന്ന് ഉണരും, കർത്തവ്യനിരതനാകും. അതാണ് പ്രത്യേകത. പിന്നെ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ, മിതത്വം പാലിച്ചില്ല എങ്കിൽ നമുക്ക് തമോ ഗുണമുണ്ടാകും, ഉറക്കം പെട്ടെന്ന് വരും. അതുപോലെ തന്നെയാണ് ജീർണവസ്ത്രം. അമിതമായിട്ടുള്ള ഒരു വസ്ത്രപ്രയോഗം, ഇതൊക്കെ ഉണ്ടല്ലോ. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, അതൊന്നല്ല ഒരു പ്രധാന ലക്ഷ്യം. പഠനമാണ് പ്രധാന ലക്ഷ്യം. ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിനായിട്ട് ചിലതിനൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും. നമുക്ക് ഉറക്കം മതിയാകാറില്ല ചിലപ്പോൾ. വിദ്യാർത്ഥിയാണെങ്കിൽ ഉറക്കം കുറക്കണം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നല്ല ഏകാഗ്രത ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് നന്നാവുമെന്നറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 19 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ കൊടിയ ദാരിദ്ര്യമായിരുന്നു. പഠിക്കുന്ന കുട്ടികൾ പട്ടിണി കിടന്നും പഠിച്ച ചരിത്രമുണ്ട്. അവരൊക്കെ നല്ല ഉന്നതങ്ങളിൽ എത്തിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം സ്മരിക്കുന്നത് നന്നായിരിക്കും. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. നന്ദി, നമസ്കാരം.